കൗതുകത്തിന് ചോദിക്കുമ്പോ മഞ്ജു വാര്യരുടെ ചിരി അങ്ങനെ അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ കോപ്പി ചെയ്യാൻ പറ്റും. മഞ്ജു വാര്യരെ കൊണ്ടുവരേണ്ടി വരും. പക്ഷേ ഏതാണ്ട് 43ഓളം അസുഖങ്ങളും ഈ മോണരോഗങ്ങളുമായിട്ട് പല രീതിയിൽ ഒന്നല്ലെങ്കിൽ പല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിലൊരു 8 മുതൽ 10 അസുഖങ്ങൾക്കാണ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്നത്. ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും നമ്മുടെ സ്വന്തം പല്ല് വെച്ചിട്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീലും രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എപ്പോഴും ആദ്യം തന്നെ ഇനിഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് കാണുമ്പോൾ തന്നെ കൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടീഷനിലോട്ട് പോവാതെയും നമ്മുടെ പോക്കറ്റ് എക്സ്പെൻസ് ആണെങ്കിലും അതുപോലെ ചെറിയൊരു ഫില്ലിങ്ങിലോ ക്ലീനിങ്ങിലോ തീരുന്ന കാര്യമായിരിക്കും. അത് പിന്നെ ഇന്ന് വേർഡ്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അത് ഇംപ്ലാന്റിലോട്ടോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോകുന്നത്. അപ്പം മുടി കൊഴിച്ചിൽ കോവിഡിന് ശേഷം ഇഷ്ടം പോലെ കാണുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഈ നമ്മുടെ ജോയിന്റ് പെയിനും കാര്യങ്ങളും ഉണ്ട്, ടൂത്ത് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്കൊരു മാൻഡേറ്ററി ആയിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ധാരാളം എടുക്കുന്നതിൽ കാര്യമില്ല. അത് ഫുഡിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ചോക്ലേറ്റോ ഐസ്ക്രീമോ ചോദിക്കുമ്പോൾ ഐസ്ക്രീം കൊടുക്കുന്നതാണ് നല്ലത്. അതിന്റെ ഫോം നോക്കുമ്പോൾ ഐസ്ക്രീം കുറച്ചുകൂടി ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, ചോക്ലേറ്റ് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫോം ഓഫ് ദ ഫുഡ്, സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുക. ഡോക്ടർ, അതുപോലെ ഇപ്പൊ നമുക്ക് ഇൻസ്റ്റ തുറന്നാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട് ഈ സ്മൈൽ ഡിസൈൻ, സ്മൈൽ കറക്ഷൻ എന്നൊക്കെ പറയട്ടെ. ആക്ച്വലി അതെന്താണ് ശരിക്കും പ്രയോജനം, ഇഫക്റ്റീവ് ആണോ, എന്താണ് സ്മൈൽ ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞാൽ നമുക്കിപ്പോൾ പല്ലിന്റെ നിറവും അല്ലെങ്കിൽ പല്ലിന്റെ രൂപവും അതിന്റെ ഈ സൈസും ഷേപ്പും ടെക്സ്ചറും ഒക്കെ തന്നെ മാറ്റാൻ, എന്നിട്ട് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്മൈൽ ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മൈൽ ഡിസൈനിങ് ഒരു പരിധി വരെ ആക്ച്വലി നല്ലതാണ്. പക്ഷെ പലപ്പോഴും സ്മൈൽ ഡിസൈനിങ് ചിലപ്പോൾ പരിധി വിട്ടു പോകാറുണ്ട്. പരിധി വിട്ടു പോകാറുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മറ്റു രീതിയിലൊക്കെ തന്നെ ആരോഗ്യകരമായിട്ട് പല്ലിൻ്റെ ഈ ഒരു വിടവായിരിക്കാം, ചെറിയൊരു വിടവായിരിക്കാം, അല്ലെങ്കിൽ ഒരു അഭംഗിയായിരിക്കാം. അതിനെ നമുക്ക് ഒന്നുകിൽ പല്ലിൻ്റെ വിടവിനെ കോമ്പോസിറ്റ് പോലെയുള്ള പല്ലിൻ്റെ നിറത്തിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് തന്നെ അടച്ചെടുക്കാനായിട്ട് സാധിക്കും ചില മൈൽഡ് കേസാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ബ്രേസസ് ഉപയോഗിച്ചുകൊണ്ടോ അലൈനേഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ കൃത്യമായിട്ട് അടച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിനകത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ടൈം ഒരു ഫാക്ടർ ആയിരിക്കാം. ഇപ്പോൾ നമുക്ക് ബ്രേസസ് അലൈനേഴ്സ് ആണെങ്കിലും ഒരു 5 to 6 months എടുക്കാം. ബ്രേസസ് ആകുമ്പോൾ ചിലപ്പോൾ 12 to 18 months എടുക്കാം. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഈ ഒരു സ്മൈൽ ഡിസൈനിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അറിയേണ്ടതെന്ന് ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇന്റൻഷണൽ RCTയുടെ കേസ് പറഞ്ഞു, അത് ക്രൗൺസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ സ്മൈൽ ഡിസൈനിങ് ചിലപ്പോൾ വെനീർ ആയിരിക്കും കൊടുക്കുന്നത്. അതായത് പല്ലിന്റെ തന്നെ ആ ക്രൗൺസിന്റെ അത്ര കട്ടിയില്ലാത്ത കുറച്ചുകൂടി തിന്നായിട്ടുള്ള ഒരു ക്യാപ്പിനെയാണ്. ക്യാപ്പ് എന്ന് പറയുമ്പോൾ 360 degree ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കും. വെനീർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിനകത്തൊക്കെ തന്നെ പ്ലൈവുഡ് മൈക്കയിൽ നമ്മൾ ഇത് ഒട്ടിക്കും, പ്ലൈവുഡിനകത്ത് മൈക്ക ഒട്ടിക്കുന്ന പോലെ തന്നെ അതിന് ലാമിനേറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ആ സെയിം ടേം തന്നെ പറയാറുണ്ട്. ഇപ്പോൾ വെനീറും ഉണ്ട് ലാമിനേറ്റും ഉണ്ട്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒന്ന് ഷേപ്പിനെ മോഡിഫൈ ചെയ്യുന്നു, ഒന്ന് കളറിനെ മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചില ആൾക്കാർക്ക് എല്ലാ പല്ലിനും ഭയങ്കരമായിട്ട് ഇപ്പോൾ മഞ്ഞയായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ബ്രൗൺ ആയിട്ടിരിക്കുന്നു. അപ്പോൾ വൈറ്റനിങ് ഒന്നും ചെയ്താൽ തന്നെ അത്ര എഫക്റ്റ് വരുന്നില്ല. അപ്പോൾ അതിനെ ഫുൾ കവർ ചെയ്തെടുക്കണമെങ്കിൽ ഒരു കോട്ടിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിന് അത് ആക്ച്വലി അത് ജസ്റ്റിഫൈഡ് ആണ്. പക്ഷേ ഒരു പ്രശ്നമില്ലാത്ത പല്ലിന് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു വിടവടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അതും ഒരു പല്ല് 2 പല്ല് മാത്രം ചെയ്ത്, അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 പല്ല് മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എഫക്റ്റ് ഉണ്ടാവൂല, അത് എടുത്ത് കാണിക്കുകയും ചെയ്യും. അതായത് 2 പല്ലിൻ്റെ ഇടയ്ക്കായിരിക്കും വിടവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 2 പല്ല് മാത്രം നമ്മൾ വെനീർ അല്ലെങ്കിൽ ക്രൗൺ ചെയ്താൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യുന്നത് 6 പല്ലുകൾ ചേർത്തായിരിക്കും എപ്പോഴും ചെയ്യുക. 6 പല്ല് ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കും ആ 6 പല്ലും നമ്മൾ ഹെൽത്തി ടൂത്തിനെ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കിയിട്ട് കനൈൻ ടു കനൈനായിട്ടായിരിക്കും എപ്പോഴും സ്മൈൽ ഡിസൈനിങ് ചെയ്യുന്നത്. അപ്പോൾ ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് നിങ്ങൾക്കൊരു ടൈം ഒരു ഫാക്ടർ അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്മൈൽ ഡിസൈനേക്കാളും ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബ്രേസസ് അല്ലെങ്കിൽ അലൈനേഴ്സിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ടൈം ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ടൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൈൽ ഡിസൈനിലോട്ട് പോകേണ്ടി വരും. അതിന് തന്നെ ഇപ്പോൾ നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്മൈൽ ഡൊണേറ്റർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്മൈൽ ഡൊണേറ്റർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റൊമേനിയ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അഞ്ജുവിന് ഇഷ്ടമുള്ള ഒരാളിന്റെ ചിരി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സുഹൃത്തിന്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കസിന്റെയോ ആരുടെയെങ്കിലും ചിരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തരാനായിട്ട് പറ്റും. അതാണ് സ്മൈൽ ഡൊണേറ്റർ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ബ്ലഡ് ഡോണർ എന്ന് പറയുന്ന പോലെ സ്മൈൽ ഡൊണേറ്റർ എന്ന് പറഞ്ഞാൽ, പക്ഷെ ആ ഇഷ്ടമുള്ള ആളിനെയും കൂടെ കൊണ്ടുവരണം. നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഡിജിറ്റൽ ഏജ് ആണ്, ഡിജിറ്റൽ ഡെന്റിസ്ട്രിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പണ്ട് ഇംപ്രഷൻസ് എടുക്കുമായിരുന്നു, ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പല്ലിന്റെ അളവെടുക്കുമായിരുന്നു. ഇപ്പൊ നമുക്കത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് പോലെ നമുക്ക് ഇൻട്രാ ഓറൽ സ്കാനേഴ്സ് ഉണ്ട്. അപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഡിജിറ്റലായിട്ട് അളവ് ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ
പല്ല് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്തിട്ട് ആ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ മുഖത്തിന് യോജിക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്മൈല് ഈ ഒരു ഫേസിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതായത് നമ്മളതിനകത്ത് പറയുന്നത് പറഞ്ഞാൽ സ്മൈൽ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ഇനിഷ്യലി നമ്മളത് ഫൈനലായിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് ഡ്രൈവ് തരുന്നതായിരിക്കും. ടെസ്റ്റ് ഡ്രൈവിൽ നമുക്ക് നിങ്ങളുടെ ഫേസിന് ഈ പറഞ്ഞ ആളിന്റെ സ്മൈല് സ്യൂട്ട് ആകുന്നു നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കത് അപ്പീലിംഗ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൊസീഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അത് അത്ര സ്യൂട്ടബിൾ ആയിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നോർമൽ വേറൊരു ഓപ്ഷനിലോട്ട് പോകാന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പിന്നിലെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ, ഇപ്പോൾ സ്മൈൽ ഡിസൈനിങ്ങിന്റെ കാര്യം ചോദിച്ചില്ലേ. ഈ സ്മൈൽ ഡിസൈനിങ്ങിൽ എന്ന് പറഞ്ഞാൽ കോപ്പി ഈ എല്ലാം ഒന്നുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പറേഷൻ ആയിരിക്കും. ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ബട്ട് എല്ലാവരുടെയും ഇപ്പോൾ ഒരു 5 പേർക്ക് സ്മൈൽ ഡിസൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ 5 പേർക്ക് ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. കാരണം അത് ഐഡിയൽ ആയിട്ടുള്ള ലെങ്തും വിഡ്ത്തും ഒക്കെ തന്നെയാണ്. ഗോൾഡൻ പ്രപ്പോർഷൻ എന്ന് പറയും, സുവർണ്ണ അനുപാതം എന്ന് പറയും. ഇപ്പൊ നമ്മുടെ പ്രകൃതിയിലാണെങ്കിലും എവിടെ നോക്കിയാലും ഒരു ഐഡിയൽ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് നിൽക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ ഒരു ഗോൾഡൻ പ്രപ്പോർഷനിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 2 പല്ല് മാത്രം ചെയ്യുമ്പോൾ അത് എടുത്ത് കാണിക്കുന്നതും. ഇത് 6 പല്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിഡ്ത്തിനെ ഈക്വൽ ആയിട്ട് ഈ 6 പല്ലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും, ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവും. എന്നാൽ തന്നെയും അതിന്റെ എല്ലാം വിഡ്ത്ത് ഒരുപോലെ ആയിരിക്കും. അപ്പൊ ഇത് ഈ നമ്മുടെ സ്മൈൽ ഡൊണേറ്ററിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നേച്ചറിലുള്ള സാധനങ്ങളെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. അതിന് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, പക്ഷെ അത് ഭംഗിയുണ്ട്. കാരണം അത് ദൈവം സൃഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് നേച്ചറിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ വേറെ എങ്ങോ ഉള്ള ഒരാളിന്റെ പല്ലിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടിച്ചു മാറ്റുവാണ്, അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്, അവിടുന്ന് എടുത്തിട്ട് അത് മറ്റൊരാളിന് കൊടുക്കുവാണ്. അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു നാച്ചുറാലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു മൈനറായിട്ട് ചിലപ്പോൾ ഒരു കർവോ അല്ലെങ്കിൽ ചെറിയൊരു എററോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു സ്മൈൽ എന്ന് പറഞ്ഞാൽ ഒരാളിന് ജീവനുള്ള ഒരാളിനുള്ള സ്മൈലാണ്. അപ്പോൾ അയാളുടെ സ്മൈലിനെയാണ് നമ്മൾ ഇത് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് ഈ ഒരു മുഖത്തിന് യോജിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് പല ഫേസ് ഉണ്ടല്ലോ. ചിലർക്ക് അത് റെക്ടാങ്കുലർ ഫേസ് ആയിരിക്കും, ചിലർക്ക് ഇപ്പോൾ ഓവൽ ഫേസ് ആയിരിക്കും, ചിലർക്ക് റൗണ്ട് ഫേസ് ആയിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫേസിന് ആ മറ്റേ ആളിന്റെ സ്മൈല് സ്യൂട്ടബിൾ ആവുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് സ്യൂട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്മൈൽ ടെസ്റ്റ് ഡ്രൈവ്, ഇപ്പോൾ കാറിനാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ടെസ്റ്റ് ഡ്രൈവിൽ ആൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സിറ്റിങ്ങിൽ അതിന്റെ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ വെനീറിന്റെ കാര്യം ചോദിച്ചല്ലോ, വെനീർ തന്നെയാണത്, പക്ഷെ അത് ഒരേ ലെവലിലായിരിക്കില്ല, മറ്റേ ആ ഒരു സ്മൈലിന്റെ റെപ്ലിക്കേറ്റ് തന്നെ ആയിരിക്കും. പക്ഷെ അത് കുറച്ചുകൂടി കാണുമ്പോഴത്തേക്കും ഒരു ആർട്ടിഫിഷ്യാലിറ്റിയുടെ എലമെന്റ് അവിടെ കുറഞ്ഞിരിക്കും. കുറച്ചുകൂടി കാരണം ഇതൊരു നോർമലി ഉള്ള ഒരു മനുഷ്യന്റെ തന്നെ പല്ലായതുകൊണ്ട് അതിനൊരു കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. ടെംപ്ലേറ്റ് ഡെന്റിസ്ട്രി എന്നാണ് പറയുന്നത്. അത് റൊമേനിയയിലുള്ള ക്രിസ്ത്യൻ കോച്ച്മാൻ എന്ന് പറയുന്ന ആളിന്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ്. അതിന്റെ ഇതിൽ പിടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ RSD എന്ന് പറഞ്ഞിട്ടുള്ള സെന്ററിൽ മുംബൈയിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പുതിയൊരു കോൺസെപ്റ്റ് ആയിട്ടാണ് ഈ സ്മൈൽ ഡൊണേറ്റർ വരുന്നത്. ഇപ്പം വ്യാപകമായിട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. കൂടുതലും ഒരു 7-8 വർഷമായിട്ട് ഇപ്പോൾ റൊമേനിയയിൽ നിന്ന് അതിനൊരു പ്രത്യേക ഇത് സ്മൈൽ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഐഫോണിൻ്റെ ഒക്കെ ക്ലൗഡ് പോലെ ഈ ക്ലൗഡിനകത്ത് ഓൾറെഡി കുറച്ച് ഡേറ്റാബേസിൽ കുറച്ച് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അത് കൂടുതലും വിദേശീയപരമായിട്ടുള്ള റൊമാനിയ, US ആ ലെവലുള്ള മോഡൽസിൻ്റെ ഒക്കെ ആയിരിക്കും. ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ നാട്ടിലെ ആരുടെയെങ്കിലും ഒരാളുടെ ഇഷ്ടമുള്ള ഒരാളുടെ വേണമെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ആ വ്യക്തി മഞ്ജു വാര്യരുടെ ചിരി അങ്ങനെ അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ കോപ്പി ചെയ്യാൻ പറ്റും. മഞ്ജു വാര്യരെ കൊണ്ടുവരേണ്ടി വരും. പക്ഷെ മഞ്ജു വാര്യരുടെ ചിരി ഒരു ഭംഗിയുള്ള ആളെനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ടുള്ള പഴയ ചിരി തന്നെയാണെങ്കിലും നമുക്കിപ്പോ അത് നമ്മുടെ മുഖത്തിന് സ്യൂട്ട് ആവുകയും വേണം. നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ചിരി കറക്റ്റ് ആയിട്ട് അതെ സ്യൂട്ട് അതെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, പിന്നെ വേറൊരു കാര്യം ചോദിച്ചാൽ ഇപ്പം ഈ ഓറൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴത്തേന് ഒരുപാട് സ്റ്റഡീസ് ഇതുമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പം ഇപ്പൊ പറയും ഓറൽ ഹെൽത്ത്, ഡയബറ്റീസ്, അല്ലെ ഹാർട്ട് അറ്റാക്ക്, ഈവൻ ഈ പറഞ്ഞ പോലെ എന്താണ് മാസം തികയാതുള്ള പ്രസവത്തിന് വരെ ഇത് റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. പ്രിമച്വർ ബർത്ത്, അതൊക്കെ എത്രത്തോളം സത്യമുണ്ട്? അതൊക്കെ കറക്റ്റ് ആണോ? എങ്ങനെയാണ്? പെരിയോ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ചെറിയൊരു ബ്രാഞ്ച് തന്നെയുണ്ട്. അതായത് ഈ മോണരോഗങ്ങളും മറ്റ് ശരീരത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യം തമ്മിലുള്ള ബന്ധമാണ് അതിനകത്ത്. ഓഫൻ ബാക്കർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് 97 ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ഒരു 28 വർഷത്തോളമുള്ള ഡേറ്റ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 43ഓളം അസുഖങ്ങളും ഈ മോണരോഗങ്ങളുമായിട്ട് പല രീതിയിൽ ഒന്നല്ലെങ്കിൽ പല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട്
പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിലൊരു 8 മുതൽ 10 അസുഖങ്ങൾക്കാണ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്നത്. ചിലതൊക്കെ ഈ പറഞ്ഞ നമ്മൾ കോസൽ എഫക്റ്റ് എന്ന് പറയും, ചിലത് ടെമ്പറൽ എഫക്റ്റ് എന്ന് പറയും. കോസൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് ഇത് കാരണമാണ് മറ്റത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങളാണ്. ടെമ്പറൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈം ലൈനിൽ വരുന്നത് കൊണ്ട് ഇതുകൊണ്ട് ബന്ധപ്പെട്ട് കിടന്നേക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ പറയുമല്ലോ, ഒരേ ടവറിൽ കാണപ്പെട്ടു അതുകൊണ്ട് അവർ തമ്മിൽ ബന്ധപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ അത് ചിലപ്പോൾ ഒരേ ലെവലിൽ ഒരേ സമയത്ത് സംഭവിച്ചത് കൊണ്ട് ഇവർ തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു അനുമാനമാണ് കൂടുതലും. പക്ഷേ ഏതാണ്ട് 8 മുതൽ 10ഓളം അസുഖങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോസൽ എഫക്റ്റ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രമേഹമാണ്. പ്രമേഹത്തിന് പറയുന്നത് ദ്വിദിശാ ബന്ധം എന്ന് പറയും, അതല്ലെങ്കിൽ 2 വേ റിലേഷൻഷിപ്പ് എന്ന് പറയും, ബൈ ഡയറക്ഷൻ എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രമേഹം ഉള്ള നിയന്ത്രണ വിധേയമല്ലാത്ത ആൾക്കാരിൽ മോണരോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പലർക്കും അറിയായിരിക്കും. പക്ഷെ തിരിച്ചുകൊണ്ട് മോണരോഗം നിയന്ത്രണ വിധേയമല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും രക്തത്തിലെ പഞ്ചസാരയും നിയന്ത്രണ വിധേയമല്ലാതാകും. അപ്പോൾ അത് തമ്മിൽ അത് രണ്ടും അതിനുള്ള പഠനങ്ങളും ഉണ്ട്. അതായത് നമ്മൾ മോണരോഗത്തിന്റെ കാരണമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, ഈ വായിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് പറഞ്ഞു, ആ നീർവീക്കം കുറയ്ക്കാനായിട്ട് നല്ല ആഴത്തിലുള്ള ഒരു ഡെന്റൽ ക്ലീനിങ് ചെയ്യുമ്പോഴത്തേക്കും രക്തത്തിലുള്ള പഞ്ചസാരയുടെ ഒരു അളവുകോലായിട്ടുള്ള HbA1c എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 3 മാസത്തിൽ രക്തത്തിലുള്ള പഞ്ചസാരയുടെ ശരാശരിയാണ് HbA1c എന്ന് പറയുന്നത്. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരാളിന് 6.5% താഴെ ആയിരിക്കണം. അപ്പോൾ ഒരു 9 or 10 ഒക്കെ HbA1c ഉള്ള ഒരാളിന് നല്ലൊരു ഡീപ്പ് ക്ലീനിങ് കൊടുക്കുമ്പോഴത്തേക്കും അതൊരു 9 ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ 8.5 ഒരു 1 to 1.5% ഒരു A1c റിഡക്ഷൻ കാണിക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഈ മോണരോഗം ഉണ്ടാക്കുന്ന അണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ രക്തം വഴി ശരീരത്തിന്റെ പല ഭാഗത്തോട്ട് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാണ് ഈ ഹാർട്ടിലെ വാൽവുകളിലേക്ക്, ഹൃദയധമനികളിലേക്ക് പോയിട്ട് അവിടെ ഈ വലിയ രക്തക്കൊള്ളുകളുടെ ഭിത്തികളിൽ പോയിട്ട് അവിടെ ഇതുപോലെയുള്ള തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കാനും അവിടെ അതെറോസ്ക്ലിറോസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതുവഴി പക്ഷാഘാതത്തിനും സ്ട്രോക്കിലേക്കും അതുപോലെ തന്നെ മയോകാർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലോട്ടൊക്കെ ഹൃദയാരോഗ്യത്തിനെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നതായിട്ടും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. മറ്റൊന്ന് അഞ്ചു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ നിയന്ത്രണ വിധേയമല്ലാത്ത അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, വായിൽ അണുബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ രക്തം വഴി നമ്മുടെ പ്ലാസന്റെ വഴി വന്നിട്ട് എയർലി ആയിട്ടുള്ള വളരെ കാലം തെറ്റിയിട്ടുള്ള ജനനങ്ങൾക്കും ചില കേസുകളിൽ അബോർഷൻസിനും അല്ലെങ്കിൽ ചിലപ്പോൾ എക്ലാംസിയ പോലെയുള്ള അവിടെയുള്ള പ്രിമച്വർ ആയിട്ടുള്ള കൺട്രാക്ഷൻസിനും ഒക്കെ കാരണമാവും. എപ്പോഴും ആരോഗ്യമുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ 2.5 കിലോഗ്രാം ഭാരം വേണമെന്നാണ്. അപ്പോൾ 2.5 കിലോയിൽ കുറയുമ്പോഴാണ് ലോ ബർത്ത് വെയിറ്റ് എന്നും 1.5 കിലോ കുറയുമ്പോൾ വെരി ലോ ബർത്ത് വെയിറ്റ് ബേബീസ് എന്നും പറയും. പിന്നെ 37 വീക്സിന് മുന്നോടിയായിട്ട് 34 വീക്സിലൊക്കെ വരുന്ന തരത്തിലുള്ള പ്രായം തെറ്റിയിട്ടുള്ള എയർലി ബർത്തിനും കാരണമോ ആ കുട്ടികൾക്ക് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ COPD, ഇപ്പോൾ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, അലർജിക് റൈനൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, നമ്മുടെ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഗൗട്ട് പോലെയുള്ള പല പല അസുഖങ്ങളുമായിട്ട്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അങ്ങനെ പല അസുഖങ്ങളുമായിട്ടും ഈ ഓറൽ ഡിസീസസ് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പഠനങ്ങൾ വന്നിട്ടുള്ളത് ഡയബറ്റീസുമായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ബാക്കിയുള്ള ഈ പറഞ്ഞ 10-30 അസുഖങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ വന്നാലേ നമുക്ക് ഈ ആദ്യം പറഞ്ഞ അസുഖങ്ങളെ പോലെ തന്നെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പല സമയത്തായിട്ട് വന്നതിൽ ഏതാണ്ട് 42-43 അസുഖങ്ങളിൽ പറ്റിയിട്ട് ഉള്ള സൂചനയുണ്ട്. പക്ഷേ ഇതെല്ലാം അത്രയും സ്ട്രോങ് എവിഡൻസ് ആണെന്ന് പറയാൻ പറ്റുന്നത് ഒരു 9-10 അസുഖങ്ങൾക്കായിരിക്കും. ഇപ്പൊ ഈ മോണരോഗങ്ങൾ എന്ന് പറയുമ്പോഴേ, ഇപ്പൊ മോണയിൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് വരുന്നു, പിന്നെ പൾപ്പ് പോലെ വരുന്നു, ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങൾക്ക്? ഇതൊക്കെ അതെ. അതുപോലെ മോണരോഗം ശരിക്കും പറഞ്ഞാൽ 2 സ്റ്റേജിൽ കൂടെ കടന്നു പോവുക. മോണ വീക്കം ഉണ്ട്, മോണ പഴുപ്പും ഉണ്ട്. മോണ വീക്കം എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള ഒരു റിവേഴ്സിബിൾ സ്റ്റേജ് ആണ്. അത് മോണയിലെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂവിനെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് മോണയിൽ നിന്ന് ബ്ലഡ് വരിക. അപ്പോൾ ആപ്പിളോ പേരയ്ക്കോ ഒക്കെ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ബ്ലഡിന്റെ തുള്ളികളൊക്കെ പൊടിയുക എന്നുള്ളത്. അത് കുറച്ചുകൂടി അടുത്ത സ്റ്റേജിലോട്ട് പോയിട്ട് പല്ലിന്റെ മോണയെ ഉൾക്കൊള്ളുന്ന എല്ലിന്റെ ഭാഗത്തിനെ കൂടെ ബാധിക്കുമ്പോൾ അവിടെ പല്ലിന് കുലുക്കമൊക്കെ വന്നു തുടങ്ങും. അപ്പോഴാണ് നമ്മളതിനെ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോഴും പല്ലിന്റെ ഇടയ്ക്ക് ചെറിയ വിടവുകൾ വരിക, പല്ലിന് നീളം കൂടുതലായിട്ട് തോന്നുക, തന്നെ പല്ലിന്റെ ഇടയിലോട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് തങ്ങി നിൽക്കുക. അപ്പോൾ അതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതിന് തുടക്കത്തിൽ നമ്മൾ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല്ല് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ള അതിന്റെ മാർഗം. ഇത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാപ്പ് സർജറി എന്ന് പറയും. മോണ മരവിപ്പിച്ചിട്ട് മോണയ്ക്കകത്തുള്ള ഈ പറഞ്ഞ പഴുപ്പെല്ലാം നീക്കം ചെയ്തിട്ട് നമ്മൾ അവിടെ ഈ എല്ല് വരാനായിട്ട് ഇപ്പൊ ബോൺ ഗ്രാഫ്റ്റ് എന്ന് പറയും, കൃത്രിമമായിട്ട് നേരത്തെ പറയാം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് അടങ്ങിയിട്ടുള്ള ആ എല്ല് തിരിച്ചു വരാൻ സഹായിക്കുന്ന ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ഇപ്പൊ നമ്മുടെ PRF കൂടെ ഉപയോഗിക്കാറുണ്ട്. അതായത് പേഷ്യന്റ് തന്നെ ബ്ലഡിൽ നിന്ന് സെൻട്രിഫ്യൂജ് ചെയ്ത് വേർതിരിച്ചെടുക്കുന്ന
വളർച്ചാ ഘടകങ്ങളുണ്ട്, ഗ്രോത്ത് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള. ബ്ലഡ് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ PRF കിട്ടും. നമ്മൾ PRP ആണ് ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ യൂസ് ചെയ്യുക. അത് ലിക്വിഡ് ആയിട്ടിരിക്കും. ഇത് കുറച്ചുകൂടി ഒരു ജാമിന്റെ കൺസിസ്റ്റൻസിയിലായിരിക്കും, കുറച്ചുകൂടി വിസ്കസ് ആയിരിക്കും. അപ്പോൾ ആ PRF-ഉം ഈ ബോൺ ഗ്രാഫ്റ്റൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് പറഞ്ഞാൽ ഈ ഇത് സ്റ്റിക്കി ബോൺ എന്ന് പറയും, അല്ലെങ്കിൽ CGM എന്ന് പറയും, കോൺസെൻട്രേറ്റഡ് ഗ്രോത്ത് മെമ്പറൈൻ എന്ന് പറയും. ആ സ്റ്റിക്കി ബോണാണ് മോണയുടെ അകത്തേക്ക് നിക്ഷേപിക്കുന്നത്. അത് അവിടെ ഇരുന്നിട്ട് 3 മുതൽ 6 മാസം കൊണ്ട് നമ്മുടെ നഷ്ടപ്പെട്ട അസ്ഥി പുനർസ്ഥാപിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഒരു റീജനറേറ്റീവ് പ്രൊസീജിയറാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ചെറിയ തോതിൽ ആട്ടം കാണുമ്പോൾ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൂടുതൽ ചെയ്യുന്ന ആ സർജറിയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. അതാണ് ബോൺ ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്നത്. തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ആട്ടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് പല്ല് നഷ്ടപ്പെടാതെ, അത് ഒരു തോതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ പലരും എന്താ വിചാരിക്കുന്ന പറഞ്ഞാൽ പല്ല് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാമെന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മുടെ സ്വന്തം പല്ലുകൾ ഉള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സ്വന്തം പല്ലുകൾ ഇളകിപ്പോയിരുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് ചവയ്ക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഈ പെരിഡോണ്ടൽ ലിഗമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്. പെരിഡോണ്ടൽ ലിഗമെന്റ് ഇപ്പോൾ ടേസ്റ്റ് ബഡ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഈ പെരിഡോണ്ടൽ ലിഗമെന്റും കൂടെ ഉള്ളപ്പോഴാണ് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംവേദനക്ഷമത കുറച്ചുകൂടി വരുന്നത്. അപ്പോൾ നല്ലൊരു ചൂട് ചായ കുടിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് ആ ടേസ്റ്റ് ബഡിന്റെ കൂടെ പെരിഡോണ്ടൽ ലിഗമെന്റും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഫീല് കിട്ടുക. ഇപ്പൊ ഇംപ്ലാന്റ് ചെയ്ത പല്ലിനകത്ത് ഒരിക്കലും അവിടെ പെരിഡോണ്ടൽ ലിഗമെന്റ് ഉണ്ടാവില്ല. ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ പെരിഡോണ്ടൽ ലിഗമെന്റ് അപ്രത്യക്ഷമാവും. പിന്നെ നമുക്കവിടെ ഈ പെരിഡോണ്ടൽ ലിഗമെന്റ് ഉള്ളപ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിനാണ് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബോണിനകത്തുള്ള ഫീലുകൾ ഓഷിയോസെപ്ഷൻ എന്ന് പറയും. ഓഷിയോസെപ്ഷൻ നിങ്ങളൊരു ആർട്ടിഫിഷ്യൽ ടൂത്ത് വെച്ചിട്ട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും നമ്മുടെ സ്വന്തം പല്ല് വെച്ചിട്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീലും രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എപ്പോഴും ആദ്യം തന്നെ ഇനിഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് കാണുമ്പോൾ തന്നെ കൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടീഷനിലോട്ട് പോവാതെയും നമ്മുടെ പോക്കറ്റ് എക്സ്പെൻസ് ആണെങ്കിലും അതുപോലെ ചെറിയൊരു ഫില്ലിങ്ങിലോ ക്ലീനിങ്ങിലോ തീരുന്ന കാര്യമായിരിക്കും. അത് പിന്നെ ഇന്ന് വേർഡ്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അത് ഇംപ്ലാന്റിലോട്ടോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളിലോട്ടോ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തുടക്കത്തിൽ നന്നായിട്ട് തന്നെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 70 to 80% ഓറൽ ഡിസീസും നല്ല തോതിൽ തന്നെ നമുക്ക് തടയാൻ പറ്റും. ഇപ്പൊ ഈ ഓറൽ ഹെൽത്തിന്റെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പല്ല് തേക്കുക, ബ്രഷ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഈ ഡയറ്റ് അതിനൊരു പ്രധാനമാണല്ലോ. ഇപ്പം എന്താണ് അതിനിപ്പോ ഓറൽ ഹെൽത്ത് അല്ലെങ്കിൽ അതിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുഡ് പറയുകയാണെങ്കിൽ, അതിനൊരു പറ്റിയൊരു ഡയറ്റ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അതിന് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റീവൻ ലിൻ എന്ന് പറയുന്ന ആളിന്റെ ദ ഡെന്റൽ ഡയറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ നമുക്കിപ്പോൾ വൈറ്റമിൻ ഡി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ്. വൈറ്റമിൻ ഡി പലപ്പോഴും നമ്മൾ പറയപ്പെടാതെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കാറുണ്ട്, ടൂത്തിനെയും ബോണിനെയും പ്രത്യേകിച്ച് ഹെയറിനെയൊക്കെ തന്നെ. ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് സൂര്യപ്രകാശമൊന്നും കൊള്ളാതെ വീട്ടിലിരുന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിസിറ്റ് നന്നായിട്ടുണ്ട്. അപ്പം മുടി കൊഴിച്ചിൽ കോവിഡിന് ശേഷം ഇഷ്ടം പോലെ കാണുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഈ നമ്മുടെ ജോയിന്റ് പെയിനും കാര്യങ്ങളും ഉണ്ട്, ടൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്കൊരു മാൻഡേറ്ററി ആയിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ധാരാളം എടുക്കുന്നതിൽ കാര്യമില്ല. അത് ഫുഡിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അതിലൂടെ സൺഷൈൻ കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് അത് കൂടുതലായിട്ട് ബോഡിയിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് തൈരും അല്ലെങ്കിൽ ക്യാരറ്റ്, ഓറഞ്ച് പോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ വൈറ്റമിൻ ഡി ബോണിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഗംസിന് ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗമ്മിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് പറഞ്ഞാൽ നമുക്ക് ഈ കൊളാജൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ്. അപ്പോൾ വൈറ്റമിൻ സിയുടെ കുറവിലാണ് നമ്മൾ പണ്ട് സ്കൂൾ സമയം തൊട്ടേ കോമ്പറ്റീഷൻ ഒക്കെ പഠിക്കുന്നതാണ്. സ്കർവി എന്ന് പറയുന്ന അസുഖമാണ് വൈറ്റമിൻ സി. സ്കർവിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ് മോണയിൽ എപ്പോഴും ബ്ലീഡിങ് വരിക എന്നുള്ളത്. സ്കോർബ്യൂട്ടിക് ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. അപ്പോൾ സ്കർവി വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മോണയ്ക്കകത്ത് കൊളാജൻ എന്ന് പറയുന്ന ഒരു സംഭവം കുറയുന്നു. കൊളാജൻ അല്ലെങ്കിൽ ഉണ്ടാവുന്ന കൊളാജൻ ഇമ്മച്ചുറായി പോകുന്നു എന്നുള്ളതാണ്. അതിന് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും വേണം. അപ്പോൾ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണം സീ ഫുഡ് ധാരാളമായിട്ട് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതോടൊപ്പം തന്നെ ക്യാബേജ് പോലെയുള്ള വസ്തുക്കളൊക്കെ തന്നെ കഴിയും. അപ്പോൾ ചില ഈ സോയാബീൻ പോലെയുള്ളവ. അപ്പം വൈറ്റമിൻസ് ധാരാളം ഉൾപ്പെടുത്തുക. പിന്നെ മൈക്രോ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. കോപ്പർ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ സിങ്ക് പറഞ്ഞു, സെലീനിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ DK പ്രിവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ എപ്പിത്തീലിയത്തിന്റെ കെരറ്റനൈസേഷൻ ഒക്കെ വളരെ ഓറൽ ക്യാവിറ്റിയുടെ ശ്ലേഷ്മസ്തരം എന്ന് പറഞ്ഞു. നമ്മുടെ സ്കിന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കട്ടി കുറഞ്ഞ ഒന്നാണ് വായിലെ തൊലി എന്ന് പറയുന്നത്. ശ്ലേഷ്മസ്തരം അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഹെൽത്തിനും ഒക്കെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും വളരെ. അപ്പോൾ എപ്പോഴും സമീകൃതമായിട്ടുള്ള ആഹാരം കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദന്തക്ഷയത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എപ്പോഴും നാച്ചുറൽ ഷുഗർ ഒരിക്കലും വലിയ പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ദന്തക്ഷയം വരില്ല. പക്ഷേ ബേക്കറി പലഹാരങ്ങൾ, അതായത് റിഫൈൻഡ് ഫോം ഓഫ് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ദന്തക്ഷയം വരാം. അപ്പോൾ OCT അല്ലെങ്കിൽ ഓറൽ ക്ലിയറൻസ് ടൈം എന്ന് പറയും. ഒരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര സമയം കൊണ്ട് നമ്മുടെ വായിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്
നമുക്ക് കേട് വരണോ വേണ്ടതെന്ന് തീരുമാനിക്കും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ സ്നാക്സ് ഒക്കെ കൊടുത്തു വിടുമ്പോൾ ഈ ബിസ്ക്കറ്റൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന ഈ സ്നാക്സ് ആണെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചിട്ട് 11 മണിക്ക് കഴിച്ചിട്ട് പിന്നെ വാ കഴുകുന്നത് ചിലപ്പോൾ രാത്രിയിലായിരിക്കും. അപ്പോൾ കുട്ടികൾ എപ്പോഴെങ്കിലും മധുരം വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അവർക്ക് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളോടൊപ്പം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ ബിറ്റ്വീൻ മീൽ സ്നാക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളത്. ഇൻ ബിറ്റ്വീൻ മീൽ സ്നാക്കിംഗ് ആണ് ദന്തക്ഷയം വരാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അവർ ഇപ്പോൾ ചോക്ലേറ്റോ ഐസ്ക്രീമോ ചോദിക്കുമ്പോൾ ഐസ്ക്രീം കൊടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഫോം നോക്കുമ്പോൾ ഐസ്ക്രീം കുറച്ചുകൂടി ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, ചോക്ലേറ്റ് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫോം ഓഫ് ദ ഫുഡ്, സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുക. ഇനി അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹൽവ വേണം അല്ലെങ്കിൽ ഒരു ജിലേബി വേണമെന്ന് പറയുമ്പോൾ അതൊക്കെ 11 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ കൊടുക്കാതെ, നമ്മളിപ്പോൾ ബുഫേ കഴിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ രാവിലത്തെ ദോശയുടെ കൂടെ വേണമെങ്കിൽ ഒരു ലഡു കൊടുക്കാം. അപ്പോൾ ദോശ കഴിച്ചിട്ട് അമ്മയോ അച്ഛനോ എന്തായാലും അല്ലെങ്കിൽ കുഞ്ഞാണ് നന്നായിട്ട് തന്നെ വാ കഴിപ്പിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ സ്വീറ്റ് കഴിച്ചാലും കുഴപ്പമില്ല, കാരണം വായിൽ അതിൻ്റെ അവശിഷ്ടം തങ്ങി നിൽക്കാതിരുന്നാൽ മതി. പിന്നെ കുട്ടികൾക്ക് നമ്മളിപ്പോൾ വെള്ളം കൊടുത്തു വിടുമ്പോഴൊക്കെ തന്നെ ഈ സിപ്പിംഗ് ഇത് മാറ്റിയിട്ട് ഒരു വലിയ പാവട്ടത്തിലുള്ള ബോട്ടിൽ, നമ്മൾ വലിയ ആൾക്കാർ ഉപയോഗിക്കുന്ന ബോട്ടിൽ തന്നെ കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ സ്കൂളിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ആരുടെയെങ്കിലും ഒക്കെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും മിഠായിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലോ പൊക്കി ഒഴിച്ച് കുടിക്കുമ്പോൾ കുറച്ചെങ്കിലും പല്ലിൽ പിടിക്കാതെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വയറിലോട്ട് പൊക്കോളും. പക്ഷെ സിപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ആ ടൂത്തിനകത്ത് നേരത്തെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പോൾ ചില ഗവൺമെന്റ് സ്കൂളിലൊക്കെ എനിക്ക് തോന്നുന്നു വാട്ടർ ബെല്ലൊക്കെ ഉണ്ട്. മണി അടിക്കുമ്പോഴത്തേക്കും അത് ഇതിന് വേണ്ടിയിട്ടല്ല, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള ഈ ഒരു വലിയ പാവട്ടത്തിലുള്ള ബോട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അധികം പല്ലിൽ ഒട്ടിപ്പിടിക്കാതെ അതുകൂടെ അകത്തോട്ട് പോകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ പിന്നെ ഒന്ന് അമ്മമാർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ കുപ്പിപ്പാലോ അല്ലെങ്കിൽ മധുരമുള്ള പദാർത്ഥങ്ങളൊക്കെ കിടത്തി ഉറക്കിയിട്ട് പിന്നെ എടുത്ത് മാറ്റാറില്ല. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് സലൈവയുടെ പ്രവർത്തനം വളരെ കുറവായിരിക്കും. അപ്പോൾ രാത്രി മുഴുവൻ ഈ മധുരമായിരിക്കും വായിൽ തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പണ്ട് നമ്മൾ നഴ്സിംഗ് ബോട്ടിൽ DK എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഒരു ടേം യൂസ് ചെയ്യാറില്ല, ECC എന്നാണ് പറയുന്നത്, എർലി ചൈൽഡ്ഹുഡ് കെരീസ് എന്നാണ് പറയുക. എന്നാൽ തന്നെ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ മധുരം വെച്ച് കിടത്തി ഉറക്കുന്നതാണ്. അപ്പോൾ കിടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറക്കാൻ വേണ്ടിയിട്ട് അതൊരു കാരണമാക്കി അല്ലെങ്കിൽ ശീലമാക്കി മാറ്റാതെ ഉറങ്ങിയ ഉടനെ തന്നെ അത് മാറ്റിയിട്ട് നല്ലൊരു തുണി അല്ലെങ്കിൽ പഞ്ഞി ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ആക്കിയിട്ട് വേണം കിടത്തി ഉറക്കാനായിട്ട്. ഇത് കുപ്പിപ്പാൽ വെച്ചുകൊണ്ട് കിടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് തങ്ങി നിന്നിട്ടും ദന്തക്ഷയം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഉറക്കത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ ഉറക്കവും ഓറൽ ഹെൽത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധം? അതെ. ഇപ്പൊ തന്നെ നമ്മളിപ്പോൾ സ്ലീപ്പ് ഡെന്റിസ്ട്രി എന്ന് പറയുന്നുണ്ട്. ഒരു ഏരിയ ആയിട്ട് ന്യൂറോ മസ്കുലർ ആൻഡ് സ്ലീപ്പ് ഡെന്റിസ്ട്രി ഒരു ഏരിയ ആയിട്ട് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്നോറിങ്ങും ഒക്കെ അതിനകത്ത് തന്നെ വരുന്നുണ്ട്. ബ്രക്സിസം എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉറക്കത്തിൽ പല്ലിറുമുന്ന ശീലം, സ്നോറിങ് അതിൻ്റെ ഒരു ഭാഗമാണ്. സ്നോറിങ് അല്ലെങ്കിൽ കൂർക്കം വലി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ OSA അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ മരണത്തിൽ 4ാമത്തെ കാരണമായിട്ടാണ് പറയുന്നത്. അതായത് ക്യാൻസറും ഹൃദയാഘാതവും ആക്സിഡൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് OSA എന്ന് പറയുന്നത്. അതിന് നമ്മുടെ പൊണ്ണത്തടിയൊക്കെ ഒരു കാരണമായിട്ടുണ്ട്, ദുർമേധസ്സൊക്കെ ഒരു കാരണമായിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമ്മുടെ ഈ എയർവേ കൃത്യമായിട്ട് ഉറങ്ങുന്ന സമയത്ത് OSA കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുന്നു. 2 രീതിയിലുള്ള സ്ലീപ്പ് അപ്നിയ ഉണ്ട്. ഒന്ന് സെൻട്രലും ഉണ്ട്, ഒന്ന് ഒബ്സ്ട്രക്റ്റീവ് ഉണ്ട്. സെൻട്രലിൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തടസ്സം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്കും നമുക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ സൈഡ് സ്ലീപ്പേഴ്സ് ആവുന്നത്. അപ്പോൾ നമുക്ക് നോർമലി മലർന്ന് കിടക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ OSA ഉണ്ടോയെന്ന് അറിയാനായിട്ട് അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജാണ് സ്നോറിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയും. സ്ലീപ്പ് സ്റ്റഡി നമ്മൾ ECGയും EEGയും EOGയും EMGയും. EOG എന്ന് പറഞ്ഞാൽ കണ്ണിലാണ് നോക്കുക, ഇലക്ട്രോ ഓക്കുലോഗ്രാം എന്ന് പറയും. പിന്നെ തലയിൽ നോക്കുന്നതാണ് EEG എന്ന് പറയുന്നത്, ബ്രെയിനിൻ്റെ വേവ്സ് ആണ് നോക്കുന്നത്. ECG നമുക്കറിയാം. പിന്നെ മസിലിൻ്റെ ആക്ടിവിറ്റിയാണ് EMG. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് അതിന് പോളിസോംനോഗ്രഫി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിനെ ഗ്രേഡ് ചെയ്യുന്നത്. AHI ഇൻഡെക്സ് എന്ന് പറയും. അപ്പം AHI ഇൻഡെക്സിൻ്റെ 25 to 35 വാല്യൂ ആണെന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ നിങ്ങൾ 25 മുതൽ 35 തവണ ശ്വാസം നിലച്ച അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാക്ക് ഫോൾ ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാൻഡിബുലർ അഡ്വാൻസ്മെന്റ് ഡിവൈസസ് എന്ന് പറയും. കീഴ്ത്താടിയിലോട്ടാണ് നാക്ക് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കീഴ്ത്താടിയെ മുന്നിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 6 to 9 months ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും. എല്ലാ മോർണിംഗ് സമയത്ത് വെക്കണമെന്നില്ല, രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഇത് വെച്ച് കിടന്നു കഴിഞ്ഞാൽ നാക്ക് ഈ കീഴ്ത്താടി മുന്നിലോട്ടാകുമ്പോൾ നാക്ക് കൂടെ മുന്നിലോട്ടാവും. അപ്പോൾ നമുക്ക് എയർവേ സ്പേസ് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അവിടെ ബ്രീത്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫലമായിട്ട് സ്നോറിങ് പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ CPAP കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി വലിയ TDS ആയിട്ടുള്ള ഡിവൈസിലോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും സ്നോറിങ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല.
നമ്മുടെ കൂടെ ഒരു കിടക്കുന്ന ആളിനായിരിക്കും അറിയുന്നത്. അപ്പം നമ്മുടെ ഒരു സ്പൗസിനായിരിക്കും അറിയാവുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സ്നോറിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്നോറിങ്ങിൻ്റെ ഗ്രേഡിംഗ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ധാരാളം എക്സസീവായിട്ട് ഡേ ടൈം സ്ലീപ്നെസ് വരുന്നുണ്ടെങ്കിൽ അത് സ്നോറിങ് ഉണ്ടെന്നുള്ള ഒരു ലക്ഷണം കൂടിയാണ്. നമ്മൾ എപ്പോഴും രാവിലെ ഇരുന്നിട്ട് കോട്ടുമായിട്ട് നമ്മൾ ഉറക്കം ശരിയായിട്ട് നമ്മുടെ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബായിട്ട് ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എണീറ്റ് പോകുന്നു. അറ്റേ സ്ട്രെച്ച് നിങ്ങൾക്കൊരു 6 മുതൽ 7 മണിക്കൂർ ഒരു തടസ്സമില്ലാതെ ഉറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ സ്നോറിങ്ങിനെ പറ്റി നമ്മുടെ സ്പൗസ് ആരെങ്കിലും പറയുന്നുണ്ട്, നമുക്കൊരു ടയേർഡ്നെസ് അല്ലെങ്കിൽ എക്സസീവ് ഡേ ടൈം സ്ലീപ്നെസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെൻ്റൽ കൺസൾട്ടേഷൻ ചെയ്യുക. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു ഓറൽ മാൻഡിബുലർ അഡ്വാൻസ്മെൻറ്റ് ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്നോറിങ് ഇമ്പ്രൂവ് ആവും. അതുവഴി നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, അവസാനത്തെ ഒരു ചോദ്യം. ഡോക്ടർ ഇത്രയും നാൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വരുന്ന കേസുകൾ ഏതാണ്? ഐ മീൻ ഏത് ടൈപ്പ് കേസുകളാണ് ഡോക്ടർ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഡെന്റൽ? അതായത് നമ്മുടെ കംപ്ലൈൻസ് ആയിട്ട്, അതായത് പേഷ്യൻ്റ് ആദ്യം കാണാൻ വന്നിട്ടുള്ളതാണെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞതുപോലെ ടൂത്ത് സെൻസിറ്റിവിറ്റി, പല്ല് പുളിപ്പ്, നേരത്തെ പറഞ്ഞ വായുനാറ്റം, അല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കയറിയിരിക്കുന്നു. പിന്നെ പല്ല് വേദന എന്ന് പറഞ്ഞൊരു ബ്രോഡ് ടേം ആണ്. അതിനകത്ത് പല പിന്നെ ഈ പറഞ്ഞ ബ്ലീഡിങ് ഗംസ് വരുന്നു, അതൊക്കെ തന്നെയും കാണാറുണ്ട്. കൂടുതലായിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ ട്രോമ അല്ലെങ്കിൽ ഇപ്പോൾ കമ്പിയിടേണ്ടതായിട്ടുള്ള കേസുകളുണ്ട്. എന്നാൽ ഏറ്റവും ടോപ്പായിട്ട് പറയാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദന്തക്ഷയവും ടൂത്ത് സെൻസിറ്റിവിറ്റിയും ബ്ലീഡിങ് ഗംസും ഒക്കെ തന്നെയായിരിക്കും, ബാഡ് ബ്രത്തും ഒക്കെ തന്നെയായിരിക്കും കൂടുതലായിട്ട് വരിക. പിന്നെ പലതും നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഓറൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പേഷ്യന്റിന് അറിയണമെന്നില്ല. അത് നമ്മൾ ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നതായിരിക്കും. അവർ ചിലപ്പോൾ ഐഡന്റിഫൈ സൈൻസും സിംറ്റംസും ഉണ്ടല്ലോ. ഇപ്പോൾ സിംറ്റംസ് ആണ് പേഷ്യന്റ് ഫീൽ ചെയ്യുക, സയൻസ് നമ്മൾ എലിസിറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ സിംറ്റംസ് ആയിട്ട് കൂടുതലായിട്ട് വരുന്നത് തീർച്ചയായിട്ടും സെൻസിറ്റിവിറ്റിയും ഇതേപോലൊക്കെ വരുമ്പോഴായിരിക്കും അറിയപ്പെടുന്നത്. താങ്ക് യു ഡോക്ടർ, ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിനും ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു. താങ്ക് യു.